മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യരുടെ മുൻപിൽ ധാരാളം അസാധ്യതകളുണ്ട്. അസാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. മനുഷ്യരുടെ മുൻപിൽ അസാധ്യതകളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ദൈവം എന്നുള്ള ഒരു പദത്തിന്, ഒരു നാമത്തിന് ഈ ഭൂമിയിൽ ഒരവകാശമുണ്ടാകുകയില്ലായിരുന്നു, ആവശ്യമുണ്ടാകുകയില്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു മനുഷ്യർ പോലും മുന്നോട്ട് വരികയില്ലായിരുന്നു. ദൈവം എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റായി മാറുമായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യരുടെ ആവശ്യമായി മാറേണ്ടതിന്, ദൈവത്തെ മനുഷ്യൻ ആരാധിക്കേണ്ടതിന്, ഭയപ്പെടേണ്ടതിന് മനുഷ്യരുടെ മുൻപിൽ ധാരാളം അസാധ്യതകളെ ദൈവം നിരത്തിവെച്ചു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മനുഷ്യരാൽ ധാരാളം അസാധ്യതകളുണ്ട്. അത് നിങ്ങൾ കാണുന്നു, ഗ്രഹിക്കുന്നു, നിങ്ങളതിൽ ഭയപ്പെടുന്നു, നിങ്ങളതിൽ അതിശയിക്കുന്നു. എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമല്ലോ. ഈ കാര്യം ശിഷ്യന്മാർക്ക് എങ്ങനെ അവകാശമായി തീരും? ദൈവത്തിലുള്ളതായ സാധ്യത മനുഷ്യരിൽ ഇറങ്ങി വരുവാൻ അതിന് കാരണമാകുന്നത് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ദൈവത്തിന് സകലതും സാധ്യമായി തീരുന്നതായ ആ ഒരു കാര്യം നമുക്കെങ്ങനെ അവകാശമാക്കാം? അതാണ് ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചത്. 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, മക്കളെ, സ്വർഗരാജ്യത്തിൽ ധനവാൻ കടക്കുന്നത് വളരെ പ്രയാസം. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വിസ്മയമുണ്ടായി. അതെന്തിനാണ് ഈ വിസ്മയമുണ്ടായത്? ഈ ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പോകുന്നില്ല എന്നുള്ള സന്തോഷം കൊണ്ടാണ്? അല്ലെങ്കിൽ അവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള ആ ഒരു ആനന്ദമാണോ? അവരോടുള്ളതായ വിരോധമാണോ? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ വിസ്മയിച്ചത്? ഈ വിഷയം അവരോട് പറയുവാൻ കർത്താവ് അവരെ അഭിസംബോധന ചെയ്ത വാക്ക് നിമിത്തം അവരിൽ വിസ്മയമുണ്ടായി. മക്കളെ, ദൈവവും ശിഷ്യന്മാരുമായിട്ട് ഒരു ബന്ധം കർത്താവ് സ്ഥാപിച്ചു കൊടുത്തു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നതായ സാധ്യതകളെ കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അസാധ്യതകൾ പലതും മനുഷ്യരുടെ മുൻപിലുണ്ട്. മനുഷ്യരാൽ പലതും അസാധ്യമാണ്, സത്യമാണ്. എന്നാൽ നിങ്ങൾ കേവലം മനുഷ്യരല്ല, നിങ്ങൾ മനുഷ്യരിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കപ്പെട്ടവരാണ്. നിങ്ങൾക്കുള്ളതായ ഒരു അവകാശമാണ് നിങ്ങളുടെ മുൻപിലുള്ളതായ സാധ്യതകൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മർമ്മമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് കർത്താവ് അവരോട് പറഞ്ഞത്, ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നതിനേക്കാൾ ദുർഘടമാണ് സ്വർഗരാജ്യത്തിൽ ഒരു ധനവാൻ കടക്കുന്നത്. ആ ധനവാൻ മനുഷ്യരായ ധനവാൻ. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളാക്കുമ്പോൾ അവരിൽ അനേക ദൈവിക സാധ്യതകളെ കാണുവാൻ തക്കവണ്ണം അവൻ പ്രാപ്തിയുള്ളവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ കർത്താവ് അതുവരെയും വിളിച്ചിട്ടില്ലാത്തതായ ഒരു ഓമന പേർ വിളിച്ചത്, മക്കളെ. മറ്റൊരിടത്തും കർത്താവ് അതിനു മുമ്പ് വിളിച്ചിട്ടില്ല. ഈ മർമ്മം അവരെ ധരിപ്പിക്കുവാൻ വേണ്ടി നിന്റെ മുൻപിൽ ധാരാളം അസാധ്യതകൾ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി ദൈവം സാധ്യമാക്കി തീർക്കുന്നതായ വഴികളെയും മുഖാന്തരങ്ങളെയും കാണുവാൻ തക്കവണ്ണം നീ ദൈവത്തിൻ്റെ മക്കളാകണമെന്നുള്ളതായ ഒരാവശ്യം ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുകയാണ്. ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. അവരുടെ മുൻപിൽ അസാധ്യതകൾ അവരുടെ വീട്ടിലും അവരുടെ ജീവിതത്തിലും അവരുടെ ഭവനത്തിലും അവരുടെ കുഞ്ഞുങ്ങളിലും അവരുടെ ആവശ്യങ്ങളുടെ മുൻപിലും അവർ കടന്നു പോകുന്ന വഴികളിലും അവരിൽ അസമാധാനം സൃഷ്ടിക്കുന്നില്ല. കാരണം അവരിൽ വാഗ്ദത്തം നിറഞ്ഞു നിൽക്കുന്നു. അവർ ദൈവമക്കളാണ്. ദൈവമക്കളുടെ മുൻപിൽ സാധ്യതകളുടെ നിര തന്നെ അവർക്ക് പ്രകാശിച്ചു കാണുന്നതിനിടയായിത്തീരും. അതേ അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യായിരുന്നു. യേശു അവർക്ക് മുൻപായി നടന്നു. അവരിൽ വിസ്മയമുണ്ടായി. അവനെ അനുഗമിച്ചവരിൽ ഭയമുണ്ടായി. അതെന്തിനാണ് അവർ ഭയപ്പെട്ടത്? അവരെ അനുഗമിച്ചവരിൽ ഒരു ഭയം. അസാധ്യമായത് പലതും സാധ്യമാക്കി തീർക്കുവാൻ തക്കണം ഞങ്ങളെ ദൈവം മക്കളാക്കി തീർത്തുവോ എന്നുള്ളതായ ഒരു ആകാംക്ഷ
അറിയുവാനുള്ളതായ ഒരു ആവശ്യബോധം അവരിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. അവരിൽ ചിന്താമുക്തരായി തീർന്നു. അവർ ഭയപ്പെടുവാൻ തുടങ്ങി. അവർ സാധാരണ മനുഷ്യരല്ല എന്നുള്ള ഒരു ബോധം അവരിലേക്ക് അല്പാൽപമായി കടന്നു വന്നു തുടങ്ങി. അവനെ അനുഗമിക്കും തോറും സാധ്യതകളുടെ മുൻനിരകൾ അവരുടെ മുൻപിൽ നിരന്നു കാണുന്നു. ഇതെത്ര മഹാസ്നേഹം, ദൈവത്തിന്റെ മഹാശക്തി അവരിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു അനുഭവം ശിഷ്യന്മാർക്കുണ്ടായി. അവർ അധികം വിസ്മയിക്കുകയുണ്ടായി. അവരിൽ ഭയമുണ്ടായി. ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സ്നേഹിക്കുന്ന വിധത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നത് അവർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മനുഷ്യരുടെ മുൻപിൽ ധാരാളം അസാധ്യതകൾ കാണും. ഈ മനുഷ്യരുടെ മുൻപിൽ ധാരാളം അസാധ്യതകൾ അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായിരിക്കാം, അവരുടെ ജീവിതത്തിലെ സന്തോഷം എടുത്തു കളയുന്നതായിരിക്കാം, അവരുടെ ജീവിതത്തിലെ ആനന്ദം പോയിപ്പോകുന്നതായിരിക്കാം, അവരുടെ കുടുംബത്തെ തകർക്കുന്നതായിരിക്കാം. അവരെത്ര ധനികരാണെങ്കിലും സമാധാനം അവരിൽ നിന്ന് പോയിപ്പോകുന്ന അനുഭവം ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരെത്ര ദരിദ്രരാണെങ്കിലും അവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നത് മഹത്തമായ സുവിശേഷത്തിലെ അവകാശികളാക്കി ദൈവം മാറ്റുമ്പോൾ ഇതാ അവരുടെ മുൻപിലുള്ളതായ അസാധ്യതകളൊക്കെയും സാധ്യമായി മാറുന്നു. ദൈവരാജ്യ നിമിത്തം അവർ തങ്ങളെ തന്നെ ദരിദ്രരാക്കുന്നതായ, ആത്മാവിൽ ദരിദ്രരാകുന്ന ഒരു സുവിശേഷം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ അവർ ധനത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ കരുത്തിൽ ഇവരുടെ ഭാര്യകളെ കൊടുക്കുന്നു. അവരുടെ അസാധ്യതകൾ അവരാൽ കഴിയാത്തതായ സകല കാര്യങ്ങളിലും ദൈവത്തിലുള്ളതായ ആശ്രയവും ദൈവത്തിന്റെ പ്രവൃത്തിയും അവർ ആവശ്യപ്പെടുന്നു. മക്കൾ എന്ന കാരണത്താൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം അവരുടെ മുൻപിൽ പ്രത്യക്ഷമാകുന്നു. തന്റെ ഹിതപ്രകാരം അവർക്ക് ആവശ്യമായത് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അവർക്ക് കൊടുക്കുന്നു. അവരുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകുന്നു, അവരുടെ ഭവനത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നു. വേദനയുണ്ട്, രോഗമുണ്ട്, കഷ്ടതയുണ്ട്, എങ്കിലും അവരുടെ മുൻപിൽ സമാധാനത്തിന് കുറവില്ല. അതിൻ്റെ എല്ലാം മുൻപിൽ സാധ്യതയേറിയ അനേക വഴികളെ ദൈവം അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തിയതിനു ശേഷം അവർ സാധാരണ മനുഷ്യരല്ല, അവർ മക്കളാണെന്നുള്ളതായ ഒരു ദൈവിക സന്ദേശം അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം വായിക്കുന്നു, അത് സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അവരും അവന്റെ കുടുംബവും ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ സ്നേഹിച്ച് നിന്റെ പുറകെ വരുന്നു എന്നുള്ളതായ ഒരു വലിയൊരു ഏറ്റുപറച്ചിൽ അവിടെ രൂപാന്തരം കൊള്ളുന്നു. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ, ദൈവം നമ്മോട് അരുളി ചെയ്യുമ്പോൾ, ദൈവം നമ്മോട് ദൈവത്തിന്റെ വചനത്തെ കേൾപ്പിക്കുമ്പോൾ, തന്റെ വാഗ്ദത്തങ്ങളെ നമ്മളോട് അറിയിക്കുമ്പോൾ, തന്റെ പ്രത്യാശ നിറഞ്ഞതായ ആ ഒരു ആശയത്തെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് നമ്മോട് ചെയ്യുവാനുള്ള ഒരു വാഗ്ദത്തമുണ്ട്, ഒരു വാക്കുണ്ട്. നമ്മെ വിളിക്കുവാൻ ഒരു വാക്കുണ്ട്. വെറും മനുഷ്യരല്ല, നിങ്ങൾ മക്കളാണ്. മക്കളെ, ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷെങ്കിൽ നിന്നെ ദൈവമക്കളാക്കുന്നു, ദൈവമകനാക്കുന്നു, ദൈവമകളാക്കുന്നു. നിന്റെ മുൻപിൽ ആലോചനകൾ പകർന്നു തരുന്നു. നീ എങ്ങനെ ജീവിക്കണം, നിന്റെ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു. നിന്റെ ഭവനത്തിൽ ആരാധനയുണ്ടാകുന്നു. ധനനിമിത്തം നീ മതിമറന്നു പോകുന്നവനായിട്ടല്ല, മനുഷ്യരായിത്തീരുന്നതല്ല, നീ മനുഷ്യരിൽ നിന്ന് ദൈവത്തിന്റെ മക്കളായി രൂപാന്തരപ്പെട്ടവരായിത്തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി രൂപാന്തരപ്പെട്ടവർ കേവലം മനുഷ്യരിലായി തീരുമ്പോൾ അവർ ധനത്തിൽ ആശ്രയിക്കുന്നു. നീ ധനത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാകുമ്പോൾ നീ കേവലം മനുഷ്യരായി ദൈവത്തിന് മുൻപിൽ എണ്ണപ്പെടുന്നു. എന്നാൽ ധനത്തിൽ ആശ്രയിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ധനത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്താഭാരം നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നീ ദൈവമക്കളാകുന്നു. അതിൻ്റെ അർത്ഥം നിന്നിൽ രൂപാന്തരം സംഭവിച്ചു, നിന്നിൽ മാറ്റം സംഭവിച്ചു, നീ ഒരു പ്രത്യാശയുള്ളവനായി തീർന്നു. നിന്റെ ജീവിതത്തിൽ സാധ്യതകളുടെ വലിയ നിര ദൈവത്തിൽ നീ കാണുകയുണ്ടായി. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ ഭാരങ്ങൾക്ക് സ്ഥാനമില്ല, നിന്റെ വേദനകൾക്ക് സ്ഥാനമില്ല. അതിനങ്ങേപ്പുറത്ത് കർത്താവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ ശക്തനെന്നുള്ളതായ ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച മക്കളെ എന്ന് വിളിച്ചതായ വിളിയുടെ ഒരു ആകത്തുക. അതാണ് അവർക്ക് വേണ്ടി സകലതും സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവരിൽ ഒരു ആഹ്വാനം ആ വിളിയിൽ കൂടെ കർത്താവ് കൊടുക്കുകയാണ്. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ
സകലതും സാധ്യമാകുന്നതായ ആ സർവശക്തിനുള്ളതായ ആശ്രയം നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടതായിട്ടില്ല, നിങ്ങൾ വേദനിക്കേണ്ടതായിട്ടില്ല, നിങ്ങൾ ചിന്താമുക്തരായി തീരേണ്ടതില്ല. കാരണം നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. ഇപ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ദൈവത്തിൻ്റെ മക്കളെങ്കിലോ സകലത്തിനും അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് സകലതും സാധ്യമാക്കി തീർക്കുന്നതായ ദൈവത്തിനുള്ളതായ ആശ്രയം നമ്മളെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു, പുതിയ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നു. അവരുടെ ജീവിതത്തിൽ അർത്ഥവും ആവശ്യബോധവും അവരുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായ ആവശ്യകതയെക്കുറിച്ച് അതവരെ ബോധവാന്മാരാക്കുന്നു. പ്രത്യാശയില്ലാത്ത ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളതല്ലാത്തവരല്ല അവർ. അവരുടെ മുമ്പിൽ സകലതും സാധ്യമാണ്. അവരുടെ മുന്നിൽ ധാരാളം അസാധ്യതകൾ പൊങ്ങി വരുന്നുണ്ടെങ്കിലും അവർ ദൈവമക്കളെന്ന് ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ സകലതും സാധ്യമാക്കി തീർക്കുന്നതായ, സകലതും സാധ്യമായി തീരുന്ന, അല്ലെങ്കിൽ ആ മഹാശക്തിയുള്ളതായ ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് പകരപ്പെടുന്നു. ആ സ്നേഹം പകരപ്പെടുമ്പോൾ അവർ പ്രത്യാശയുള്ളവരായിത്തീരുന്നു. അവർ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഈ സന്തോഷം എത്ര വലുത്! ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദത്തം, ദൈവത്താൽ സകലതും സാധ്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ നിന്നിൽ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവമക്കളായിരുന്ന് ദൈവത്തിന്റെ സകല പ്രവൃത്തിയുടെയും വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കണം ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.